ഇസ്രായേലിനെതിരായ ഇറാന്റെ നടപടി നിയമാനുസൃതമെന്ന ആയത്തുള്ള അലി ഖൊമൈനി സ്വയം പ്രതിരോധിക്കാനുള്ള അധികാരം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തതെന്നും ഖൊമൈനി പറയുന്നു. പ്രാർത്ഥനാ യോഗത്തിനിടെയാണ് ഖൊമൈനിയുടെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്? വിഷ്ണു, ഇന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനാ ചടങ്ങിനിടെയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 200-ൽ താഴെ മിസൈലുകൾ, അതായത് 181 മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് വർഷിച്ചത്. അത് തീർത്തും ഹസൻ നസ്രള്ളയുടെയും അതുപോലെ തന്നെ തങ്ങളുടെ IRGS കമാൻഡറിന്റെയും കൊലപാതകത്തെ എതിർക്കുന്നതിന് വേണ്ടി, അതിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി മാത്രമായിരുന്നു. അത് തീർത്തും സ്വയം പ്രതിരോധിക്കാനുള്ള നടപടിയായിരുന്നു. അത് നിയമാനുസൃതവും ശരിയായ രീതിയിലുള്ളതുമായിരുന്നു എന്ന ഒരു നിലപാടാണ് ആയത്തുള്ള അലി ഖുമൈനി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു ചടങ്ങിനിടെ, അതായത് പുണ്യ ദിവസമായ ഇസ്ലാമുകളുടെ വിശുദ്ധ ദിവസമായ ദിവസമായി ആചരിക്കുന്ന വെള്ളിയാഴ്ച ഒരു പരിപാടിക്കിടെയാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒളി സങ്കേതത്തിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത്, ഖൊമൈനി ഇപ്പോൾ ഉള്ളത്. ഈ ഒളി സങ്കേതത്തിൽ നിന്നും അദ്ദേഹം നടത്തിയ ഈ നിലപാടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഇത് ആദ്യ പ്രതികരണമാണ്. ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഇറാന്റെ ആത്മീയ നേതാവ് പറയുന്ന ഈ നിലപാട് ആദ്യ പ്രതികരണമായി പുറത്തു വന്നിരിക്കുകയാണ്. അതിനർത്ഥം സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു നിലപാട് മാത്രമാണ് തങ്ങൾ സ്വീകരിക്കുന്നത്, അതിൽ തെറ്റില്ല, ഇനിയും ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്ന ഒരു ഭീഷണിയുടെ സ്വരവും ഒളിഞ്ഞിരിക്കുന്നുവെന്ന് സ്വാഭാവികമായും അന്താരാഷ്ട്ര നിരീക്ഷകരും അതുപോലെ തന്നെ മറ്റു ലോക നേതാക്കളുമെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.